സാറായ്ക്കും ദൈവം കനിഞ്ഞു നൽകിയ മകൻ ഇസഹാക്ക്. 100 വയസ്സ് കഴിഞ്ഞ അബ്രഹാത്തിനും 90 വയസ്സ് കഴിഞ്ഞ സാറായ്ക്കും പിറന്ന മകൻ. അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് അവരുടെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. ഓ മതി, എന്തൊരു ഓട്ടമാണ്. വീടല്ലേ കേട്ടോ. വാർദ്ധക്യത്തിൽ ദൈവം കാണിച്ചു തരണം. ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റാം. നമ്മുടെ സന്തതികളെ ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണത്തരികൾ പോലെയും വളർത്തും. അതെ, ഈ മകനിലൂടെയാണ് എല്ലാം നിറവേറുക. വാഗ്ദാനങ്ങളെ വിശ്വസ്തനായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. അബ്രഹാം, ഇതാ ഞാൻ. അബ്രഹാം, അങ്ങ് കൽപ്പിച്ചാലും നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനൊപ്പം കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മരുമുകളിൽ ഒരു ബലിപീഠനം ഉണ്ടാക്കണം. അവിടെ നിന്റെ മകനെ എനിക്കായി ബലിയർപ്പിക്കണം. ദൈവമേ, നീ തന്ന മകൻ, നീ തന്ന വാഗ്ദാനം ഞാൻ സാറയോട് എന്തു പറയും? മകനോട് എന്തു പറയും? ദൈവമേ, ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു. കഴുതക്ക് ജീയിട്ടോ, ബലിക്ക് വേണ്ട വിറകും കരുതിക്കൊള്ളുക. യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. ഞങ്ങൾ ഇതാ എത്തി. എവിടേക്കാ ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെ എന്തിനാ അവനെ കൊണ്ടുപോകുന്നത്? ഇസ്ഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ, ദൈവം തന്ന മകനല്ലേ. ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കലല്ലേ വേണ്ടത്? മനസ്സോടെ ബലിയർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കൂ. അപ്പാ, പോവാം. പോകാം. അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും. അമ്മേ, പോയിട്ട് വരട്ടെ. അപ്പനെ കൈക്ക് പിടിച്ചോണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കണം. ശരിയമ്മേ. സൂക്ഷിച്ചു പോയി ദൈവം വരണം. എനിക്കിവരെ പിന്നിരിക്കാൻ കഴിയില്ലെന്ന് അറിയാലോ. ഇസാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് യാത്രയ്ക്ക് തുടങ്ങി. നിങ്ങൾ ഇവിടെ നിൽക്കൂ. ഞാൻ മകനോടൊപ്പം പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരാം. അപ്പ, നമ്മുടെ ഒരു കാര്യം മറന്നു. തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ നാം എടുത്തില്ല. ബലിക്കുള്ള കുഞ്ഞാട് ദൈവം തരും. 100-ാം വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാറ ചിരിച്ചു. എനിക്കാണ് അത് വിശ്വസിക്കാൻ കഴിയില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നീ അബ്രഹാത്തിന്റെയും സാറയുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാണ്. ഈ ലോകത്തിലെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൽ സത്യസന്ധക്ക് ആരുടെ അവകാശിയാണ്? ദൈവം. ആ ദൈവം നിന്നെ മടക്കി ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പ, ദൈവമേ, ഇതാ ഞാൻ എന്റെ മകനെ ദഹനബലിക്കായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം, ഇതാ ഞാൻ. കുട്ടികളെ മേൽ കൈവയ്ക്കരുത്. നിന്റെ ഏകപുത്രൻ വിധം നീ എന്നെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ മരിക്കപ്പെടും. അബ്രഹാത്തിന്റെ വിശ്വാസം നമുക്ക് പാഠമാണ്. ലോകത്തിൽ അത്യന്തരേക്കാളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.